എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായാണ്. ഒരു ചെട്ടിനാട് ചിക്കൻ ഫ്രൈ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകവും, ഒരു 3 ഗ്രാമ്പുവും, 2 ഏലക്കയും, ഒരു കറുവപ്പട്ട പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പൊടിച്ചത് ഇല്ലാത്തവർക്ക് അല്ലാത്തത് ഉപയോഗിക്കാവുന്നതാണ്, എടുക്കുക. അതിനുശേഷം ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതി. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോളയാണ് 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ 1 ടേബിൾ സ്പൂണ്, പിന്നെ അത്യാവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്കൊക്കെ എരിവ് കുറച്ച് മതിയാവും. അപ്പം മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. ഈ ഉള്ളി ഇനി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തക്കാളിയും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ്റെ മസാലയാണ് ഞാനീ പറഞ്ഞത്. ഒരു 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതനുസരിച്ച് മസാല ഡബിൾ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ചിക്കനിൽ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. തന്നെയല്ല ഇതൊരു ഡ്രൈ ഫ്രൈ ആണ്, അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം. ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തത്തെ വെള്ളമെല്ലാം അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന, മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രമേ മുളക് പൊടി ചേർക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൽ പിടിച്ച് നല്ല കറുത്ത നിറത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലിരിക്കണം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടത്തി കഴിക്കാൻ ഏറ്റവും നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചെട്ടിനാട് ചിക്കൻ ഫ്രൈ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.